മാന്നാർ കലാകൊലപാതക കേസിൽ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കടമ്പകളേറെയാണ്. തിരിച്ചടികളിൽ കുഴങ്ങുകയാണിപ്പോൾ അന്വേഷണ സംഘം. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പുതിയ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള അപേക്ഷ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടിയും വരും. അനഘ ഹർഷൻ ചേരും വിശദാംശങ്ങളുമായി. അനഘ, ഇപ്പോൾ ഈ കലാകൊലപാതക കേസിൽ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരുമല്ലേ? കാരണം ഭർത്താവ് അനിൽകുമാറിനെ ഇതുവരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഭ്യന്തര മന്ത്രാലയം ഈ റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള അപേക്ഷ നിരസിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ തിരിച്ചടികൾ നേരിടുകയാണ്. രാസപരിശോധനാ ഫലം ഇനിയും എത്ര കാലം കാത്തിരുന്നാലാണ് കിട്ടുക? വിനീത വേണു, നിലവിൽ കലാക്കൊലക്കേസിലെ ഒന്നാം പ്രതിയായ അനിൽ ഇപ്പോൾ വിദേശത്ത് തുടരുകയാണ്. അനിലിനായി ഈ അന്വേഷണ സംഘം ആദ്യം പുറപ്പെടുവിച്ചത് ലുക്കൌട്ട് നോട്ടീസായിരുന്നു. അതായത് ഏത് വിമാനത്താവളത്തിൽ വന്നു കഴിഞ്ഞാലും അനിലിനെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു നീക്കമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ഒരു അപേക്ഷ ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണ സംഘം നൽകിയിരുന്നു. എന്നാൽ ആ അപേക്ഷയിൽ കൂടുതൽ വിശദാംശങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ കേസിൽ ഈ അനിലുമായി ബന്ധപ്പെട്ട് അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 3 പ്രതികളാണ് ഉള്ളത്. അവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ അനിലിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഫെന്നി ബാലകൃഷ്ണൻ, അതായത് അനിലിന്റെ വക്കാലത്ത് ഏറ്റെടുത്ത വക്കീലിനോട് സംസാരിച്ചതിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് അനിൽ ഉടൻ തന്നെ നാട്ടിൽ എത്തുമെന്നാണ്. അതായത് വരുന്ന 2 ആഴ്ചക്കുള്ളിൽ തന്നെ അനിൽ നാട്ടിലെത്തുമെന്ന ഏറ്റവും പുതിയ വിവരമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, അനിൽ വിദേശത്ത് തുടരുന്ന സാഹചര്യത്തിന് കാരണം അനിലിന്റെ പാസ്പോർട്ടും മറ്റ് രേഖകൾ വിദേശത്ത് മറ്റൊരു ആൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനിലിന് നാട്ടിലെത്താൻ കഴിയാത്തത് എന്ന ഏറ്റവും പുതിയ വിവരമാണ് കലാകേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ അനിലിന്റെ വീടിനോട് ചേർന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്ത ഈ നഖം, മുടി, എല്ലിനോട് സാമ്യമുള്ള വസ്തുക്കളുടെയൊക്കെ രാസപരിശോധനാ ഫലം വഴങ്ങാൻ ഇനിയും ആഴ്ചകളും മാസങ്ങളും എടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. വിനീത വേണു.